രാഷ്ട്രീയ ഇന്ത്യക്ക് നെഞ്ചിടിക്കുന്ന മണിക്കൂറുകളാണ്. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെയാണ്. വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിത്തീർക്കണമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ തള്ളി. 7 ഘട്ടങ്ങളിലായി നടന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാവിലെ 8 മണിക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും BJPയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ യോഗം BJP അധ്യക്ഷന്റെ വസതിയിൽ ഇന്ന് ചേർന്നു. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടു എന്ന സൂചന കോൺഗ്രസിന്റെ നേതാക്കൾ നൽകുന്നുണ്ട്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. 8:30 ആദ്യ ഫലങ്ങൾ അറിയാൻ കഴിയും. വോട്ടെണ്ണലിന് സജ്ജമാണ് ടീം 24. നാളെ പുലർച്ചെ 5:30 വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് തുടക്കമാവുക. ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പുലർച്ചെ 4-ന് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തണം. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ ബാലറ്റുകളും വീട്ടിലെത്തി രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് ആദ്യം എണ്ണുക. തപാൽ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞാലുടൻ 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ ഹാൾ അനുവദിച്ചിട്ടുണ്ട്. ഓരോ ഹാളിൽ പരമാവധി 14 കൗണ്ടിംഗ് ടേബിളുകൾ. ഓരോ ടേബിളിലും ഗസറ്റഡ് റാങ്കിലുള്ള ഒരു സൂപ്പർവൈസറും സൂക്ഷ്മ നിരീക്ഷകനും കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉണ്ടാകും. വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച ശേഷമാണ് കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് മെഷീനിന്റെ മുദ്ര പൊട്ടിക്കുക. ഒരു റൗണ്ടിൽ 14 ബൂത്തുകൾ എണ്ണും. ഓരോ റൗണ്ടും എണ്ണിയ ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ കൗണ്ട് പരിശോധിക്കും. അതത് റൗണ്ടിലെ 2 മെഷീൻ വീതമാകും കൗണ്ട് ഉറപ്പാക്കാൻ പരിശോധിക്കുക. പരിശോധനയ്ക്ക് ശേഷം ആ റൗണ്ടിന്റെ ടാബുലേഷൻ നടത്തി റിസൾട്ട് രേഖപ്പെടുത്തും. എല്ലാ റൗണ്ടും പൂർത്തിയായ ശേഷം VVPAT സ്ലിപ്പുകളുടെ പരിശോധന നടത്തും. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും 5 പോളിംഗ് സ്റ്റേഷനുകളിലെ വീതം VVPAT സ്ലിപ്പുകൾ എണ്ണും. ഈ VVPAT മെഷീനുകൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു VVPAT മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ 1 മണിക്കൂറോളം സമയമെടുക്കും. VVPAT മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീർന്ന ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം. തലസുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കിയിട്ടുള്ളത്. പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കിയിട്ടുള്ളത്. വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 ടീമും സജ്ജം. വിധി ദിനത്തിൽ 24ന്റെ കൗണ്ടിംഗ് ഡേ മാജിക് രാവിലെ 5 മണി മുതൽ. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ രാവിലെ 5 മണി മുതൽ തന്നെ നമുക്കിപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പായും അറിയാം. കാര്യം ആകാംക്ഷയുടെ മുൾമുനകൾ, ഉദ്യോഗത്തിൻ്റെ അങ്ങേയറ്റം ഉള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അത് കേരളത്തിലെ കാര്യമാവട്ടെ, ഇപ്പോൾ എക്സിറ്റ് പോൾ ആണെങ്കിൽ കൂടിയും മറ്റു ചില ആകാംക്ഷകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഒളിച്ചിരിക്കുന്നു എന്ന് ചില സൂചനകളുണ്ട്. കാത്തിരിക്കാം നാളെ. വോട്ടെണ്ണലിന് മുന്നോടിയായി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ BJP ഉന്നതതല യോഗം ചേർന്നു. എക്സിറ്റ് പോളുകൾ അനുകൂലമായതിന് പിന്നാലെ ഹാട്രിക് വിജയപ്രതീക്ഷയിലാണ് BJP നേതൃത്വം. അതേസമയം അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം. എക്സിറ്റ് പോൾ സർവേകളുടെ പശ്ചാത്തലത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയിലാണ് BJP. വോട്ടെണ്ണൽ ദിനത്തിലെ ഒരുക്കങ്ങൾ, വൻ വിജയം നേടിയാലുള്ള ആഘോഷ പരിപാടികൾ, സത്യപ്രതിജ്ഞയുടെയും സർക്കാർ രൂപീകരണത്തിന്റെയും പ്രാഥമിക ചർച്ചകൾ, ഒപ്പം പ്രതിസന്ധി സാഹചര്യമുണ്ടായാൽ നേരിടേണ്ടത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ BJP ഉന്നതതല യോഗം ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണമെന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ ആവശ്യം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പ്രായോഗികമല്ലെന്നും അപ്രസക്തമാണെന്നും വ്യക്തമാക്കി. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായും പാലിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഏതെങ്കിലും വിഭാഗം എതിർപ്പുകൾ അറിയിച്ചാൽ രേഖാമൂലം എഴുതി വാങ്ങണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിയ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കോൺഗ്രസ് 2 അക്ക സീറ്റുകളിലേക്ക് എത്തുമെന്ന് 100% ഉറപ്പ് അവകാശപ്പെട്ടു. Now also I am telling you, our number will be more, it will be double digit plus more.
over 2/3 of the seats. We are very confident that the Congress party will win in Karnataka. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശരാശരി 80 സീറ്റാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 24 ഡൽഹി. UDF ഹസൻ പറയുന്നത് പൊട്ടൻ മാവിലെറിയുന്ന പോലെയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുകയാണ്. അപ്പോൾ എക്സിറ്റ് പോൾ അതിൻ്റെ അടിസ്ഥാനമുള്ള ആത്മവിശ്വാസം, അതിനെതിരായ അവകാശവാദങ്ങളൊക്കെ, അതിൻ്റെ യഥാർത്ഥ ചിത്രം അറിയാൻ ഇനിയിപ്പോൾ കേവലം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വോട്ടെണ്ണലിൻ്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഫലം കാത്ത് ആകാംക്ഷയോടെ മുന്നണികൾ. എക്സിറ്റ് പോളുകളിലെ അപ്രതീക്ഷിത പ്രവചനങ്ങളാണ് കേരളത്തിൽ ചർച്ചയാകുന്നത്. BJP താമര വിരിയിക്കില്ലെന്ന് വാദിക്കുന്ന LDFും UDFും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഒരേപോലെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതേസമയം തൃശൂർ മണ്ഡലത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കേരളത്തിൽ BJP വോട്ട് ശതമാനമെങ്കിലും വർദ്ധിപ്പിച്ചാൽ അത് ആരുടെ ഉത്തരവാദിത്തമെന്ന തർക്കമാണ് LDFും UDFും ഉന്നയിക്കുന്നത്. CPIM ശരിക്കും അങ്കലാപ്പിലാണ്. പുറമെ എക്സിറ്റ് പോളുകളെ പരിഹസിച്ച് തള്ളുന്നുണ്ടെങ്കിലും അവ നൽകുന്ന പൊതുസൂചനയാണ് ആശങ്ക. സീറ്റെണ്ണത്തിൽ പിന്നോട്ട് പോകുന്നതിനൊപ്പം പാർട്ടിക്ക് ആശങ്ക നിറയ്ക്കുന്നതാണ് വോട്ട് വിഹിതത്തിൽ പ്രവചിക്കപ്പെടുന്ന വലിയ ചോർച്ച. എക്സിറ്റ് പോളുകൾക്ക് BJPയെ ജയിപ്പിക്കാമെന്നും എന്നാൽ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കില്ല എന്നുമായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എക്സിറ്റ് പോളുകൾ കൊണ്ട് BJP ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റും. കേരളത്തിൽ മേൽക്കൈ നേടുമെന്ന പ്രവചനമുണ്ടെങ്കിലും എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളുന്ന UDF 2020 അവകാശവാദത്തിലാണ്. അപ്പോഴും ഇന്ത്യ മുന്നണി പിന്നിൽ പോകുമെന്ന പ്രവചനമാണ് UDFന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനങ്ങളെ UDFും പരിഹസിക്കുന്നു. ഈ എക്സിറ്റ് പോൾ പറഞ്ഞ പുതിയൊരു വോട്ടല്ലല്ലോ. 26-ാം തീയതി ജനങ്ങൾ തീരുമാനം തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ നല്ലൊരു കംഫർട്ടബിൾ വിജയമായിരിക്കും, ഒരു സംശയമില്ല ഞങ്ങളുടെ മനസ്സിൽ. തൃശൂരിൽ BJP 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തും പോയാൽ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന ആരോപണം K മുരളീധരൻ ഇന്നും ആവർത്തിച്ചു. പരാജയ ഭീതിയാണെന്ന EP ജയരാജന്റെ പരിഹാസത്തിന് മറുപടിയും നൽകി. തൃശ്ശൂർ UDF ജയിക്കും, 2ാം സ്ഥാനം LDF എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഒരിടത്തും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. എന്തെങ്കിലും കാരണവശാൽ BJP 2ാം സ്ഥാനത്ത് വന്ന് LDF 3ാം സ്ഥാനത്ത് പോയാൽ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോട്ടയത്തെ അമ്പലങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി. കുടുംബത്തോടൊപ്പം എരുമേലിയിലെ ക്ഷേത്രങ്ങളിലും സന്ദർശിച്ചു. തിരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. 1 മുതൽ 4 സീറ്റ് വരെ നേടുമെന്ന എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വോട്ട് ശതമാനം ഉയരുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2019-ലും BJP ചില സീറ്റുകൾ നേടുമെന്ന പ്രവചനമുണ്ടായിരുന്നെങ്കിലും അനുകൂലമായിരുന്നില്ല. 24 തിരുവനന്തപുരം. എന്തായാലും കേരളത്തിൽ LDFന്റെ സ്ഥിതി ദയനീയമാകുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് CPIM. അതിജീവന പാതയിൽ CPIMന് നിർണായകമാണ് തെരഞ്ഞെടുപ്പ്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പാർട്ടി പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ പരിഗണിക്കപ്പെട്ടിരുന്ന CPIMന് ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിനുള്ള പോരാട്ടമായിരുന്നു. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കെയാണ് തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത്. ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിച്ചത് കേരളത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് CPIMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. AK ബാലൻ നടത്തിയ പരാമർശവും ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MPമാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ടാകും. അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് വയ്യാളുകളുടെ ചിഹ്നമൊക്കെ അവർ വീഴ്ചെടുത്തല്ലോ. ഏത് മുതൽ സൈക്കിൾ വരെയുള്ളത് നമുക്ക് തരിക ഈനാം പേജ്, അല്ലെങ്കിൽ എൺപട്ടി, അല്ലെങ്കിൽ തേർഡ്, അല്ലെങ്കിൽ ഒക്ടോബസ്. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനം ഇടതുമുന്നണിയെയും CPIMനെയും നിരാശപ്പെടുത്തുന്നതാണ്. 0 മുതൽ പരമാവധി 4 സീറ്റുകൾ വരെയാണ് LDFന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 6% വോട്ടും 4 MPമാരും വേണം. അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി വേണം. നിലവിൽ കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിലാണ് സംസ്ഥാന പാർട്ടി പദവി. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റ് വേണമെന്നതാണ് മറ്റൊരു നിബന്ധന. എന്നാൽ കേരളത്തിൽ സ്ഥിതി ദയനീയമാകുമെന്ന പ്രവചനം പാർട്ടിയെ ആശങ്കയിലാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളും സജ്ജമായി. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്.
തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ളവർക്കും പാസ്സുള്ള വാഹനങ്ങൾക്കും മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുണ്ടാകൂ. വോട്ടെണ്ണൽ നടക്കുന്ന പ്രധാന നഗരങ്ങളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും മീഡിയ സെന്ററുകൾ പ്രവർത്തിക്കും. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന കോഴിക്കോട് JDT കോളേജ് പരിസരത്തും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന താമരശ്ശേരിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 144 will be declared in that particular ward, JDT-ലെ. തിരുവമ്പാടിയിൽ അത് സെയിം പോലെ ആണ്. We are fairly confident that it should not be any issues. പിന്നെ നമുക്ക് we have sufficient police protection, police force deployment. എല്ലാ സ്ഥലത്തും JDT മാത്രമല്ല, വടകരവും കോഴിക്കോടും റിക്വയർമെൻറ്റ് ബേസിസിൽ എല്ലാ സ്ഥലത്തിലും നമുക്ക് സഫീഷ്യൻറ്റ് ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എനി ഇഷ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. വ്യാജ വാർത്തകളും സന്ദേശങ്ങളും തടയാനും സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും വിപുലമായ സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങൾ മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. 24 കോഴിക്കോട്. അതേസമയം ബംഗാളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തള്ളി ജനവിധിയിൽ പ്രതീക്ഷ വെക്കുന്നു തൃണമൂൽ കോൺഗ്രസ്. വോട്ടെണ്ണൽ ദിനത്തിൽ BJP അട്ടിമറി നടത്തുമെന്നും തൃണമൂൽ ആരോപിച്ചു. BJPയെ പുറത്താക്കുന്നതാകും നാളത്തെ ജനവിധിയെന്ന് CPIM ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം 24-നോട് പറഞ്ഞു. ആശങ്കയിലും ആകാംക്ഷയിലുമാണ് ബംഗാളിലെ BJPയും തൃണമൂൽ കോൺഗ്രസും പിന്നെ ഇന്ത്യ സഖ്യവും. എക്സിറ്റ് പോൾ പ്രവചനത്തെ പൂർണ്ണമായും തള്ളുകയാണ് തൃണമൂൽ കോൺഗ്രസ്. 2016-ലും 19-ലും 21-ലും തെറ്റിയ എക്സിറ്റ് പോളുകൾ ഉയർത്തിയാണ് BJPക്ക് ഇക്കുറി തിരിച്ചടിയുണ്ടാകുമെന്ന് തൃണമൂൽ പ്രതിരോധിക്കുന്നത്. ബംഗാളിന്റെ രാഷ്ട്രീയം അറിയാത്തവരാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കിയതെന്ന് ദേശീയ വക്താവ് റിജു ദത്ത 24-നോട്. These exit polls are fake, biased, and they are prepared by people who are complicit with the BJP. As simple as that. See, it has these exit polls, you can see in Bengal what they have given. It shows that clearly it is made by somebody who do not understand the politics of Bengal. സംസ്ഥാനത്ത് BJPയും തൃണമൂലിനെയും ഒരുപോലെ നേരിട്ട ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ഇരുവരും പരസ്പരം സഹായിച്ചെന്നും ആരോപിച്ചു. അവസാന മണിക്കൂറുകളിൽ അവകാശവാദങ്ങളിലേക്ക് കടക്കാതിരുന്ന CPIM ബംഗാളിൽ നിന്ന് ലോക്സഭയിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ അംഗങ്ങൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം. BJP just melted down because they came with the recycled TMC forces, and now yesterday you have seen many people went back to the TMC again because to prevent left from the winning. മോദിയുടെ ഗ്യാരണ്ടിയിൽ ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം മാറുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വോട്ടെടുപ്പിന് പിന്നാലെ വ്യാപക സംഘർഷമുണ്ടായ സംസ്ഥാനത്ത് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള സാഹചര്യം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24. എക്സിറ്റ് പോൾ ഫലത്തിന് പിന്നാലെ കുതിച്ചുയരുകയാണ് ഓഹരി വിപണി. നിഫ്റ്റിയും സെൻസെക്സും സർവകാല റെക്കോർഡുകൾ ഭേദിച്ചു. മോദി സർക്കാരിന് ഭരണ തുടർച്ച പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെയാണ് മാന്ദ്യത്തിന് പിന്നാലെ ആ കുതിപ്പ്. വിപണിയിലുണ്ടായിരുന്ന ആശങ്കകൾ മാറി. മോദി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രവചനങ്ങൾ ഓഹരി വിപണിയിലുണ്ടാക്കിയത് വൻ കുതിപ്പ്. ഓഹരി സൂചികകൾ ഒരാഴ്ച മുമ്പ് കുറിച്ച സർവകാല റെക്കോർഡ് ഭേദിക്കാനെടുത്തത് മിനിറ്റുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ശരിയാകാറുള്ള മുൻ ചരിത്രം കൂടി നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് ഓഹരികളും വലിയ നേട്ടമുണ്ടാക്കുകയാണ്. അദാനി പവറാണ് കൂട്ടത്തിൽ കൂടുതൽ മുന്നേറ്റം നടത്തിയത്. എക്സിറ്റ് പോളിനൊപ്പം മറ്റു ചില ഘടകങ്ങൾ കൂടി വിപണിയുടെ കുതിപ്പിന് പിന്നിലുണ്ട്. വെള്ളിയാഴ്ച വ്യാപാരം കഴിഞ്ഞതിന് ശേഷം വന്ന GDP വളർച്ചാ കണക്ക് അത്തരത്തിലൊന്ന്. 8.2% വളർച്ചയെന്ന കണക്ക് പ്രതീക്ഷയേറ്റുന്നു. ഒപ്പം കഴിഞ്ഞയാഴ്ച RBI കേന്ദ്ര സർക്കാരിന് നൽകാൻ തീരുമാനിച്ച ലാഭവിഹിതവും വിപണിയിൽ പോസിറ്റീവ് ചലനമുണ്ടാക്കുന്നു. RBIയിൽ നിന്ന് ലഭിക്കുന്ന 2.11 ലക്ഷം കോടി രൂപയെന്ന റെക്കോർഡ് സംഖ്യ പുതിയ സർക്കാരിന് ധനക്കമ്മി പിടിച്ചു നിർത്താനും അടിസ്ഥാന വികസന രംഗത്തും തുണയ്ക്കും. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും വിപണിയിൽ ഇന്ന് പ്രതിഫലിച്ചു. സ്ഥിരതയുള്ള സർക്കാരിനെ നിക്ഷേപകർ കൊതിക്കുന്നു എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് തൊട്ടു പിന്നാലെയുള്ള ഓഹരി വിപണികളിലെ കുതിപ്പ് സൂചിപ്പിക്കുന്നത്. പ്രവചനങ്ങൾ അതേപടി ശരിയായാൽ നാളെയും ഇതേ കുതിപ്പ് തുടരും. ദലാൽ സ്ട്രീറ്റിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വോട്ടേഴ്സിന്റെ റെക്കോർഡ് പങ്കാളിത്തമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 64.2 കോടി ജനമാണ് ജനവിധി എഴുതിയത്. 31.2 കോടി വോട്ടർമാർ സ്ത്രീകളാണ്. സംതൃപ്തി നിറഞ്ഞ ദൗത്യത്തിന്റെ പരിസമാപ്തിയിലാണ് കമ്മീഷൻ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. വീട്ടിലെ വോട്ട് സംവിധാനം വലിയ വിജയമായിരുന്നു. ജമ്മു കാശ്മീരിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ വോട്ടേഴ്സിനെ അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. This is a historic moment for all of us, for the nation as a whole. 642 ever anywhere in the world in any of the electoral exercise. That's what is the number of voters. And
This is just to give you some small statistics. This is 1.5 times of the voters of all G7 countries. There are 312 million proud women voters. This is also the highest ever in the world. It is larger than the 2019 elections, both the total and the women voters. So this we feel is the moment that we must cherish, we must celebrate, and we want to give them a standing ovation to all our voters by this. I would ask all of you to join and hand. These are all our voters. So we thank you all. അതൊരു ജനാധിപത്യത്തിന്റെ മഹോത്സവമായിരുന്നു എന്ന് പറയുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ സമാനതകളില്ലാത്തവണ്ണം പ്രതിപക്ഷം ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ച ഒരു ഇലക്ഷൻ കാലയളവ് കൂടിയാണിത്. അതിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നില്ലെങ്കിൽ കൂടിയും ചില പരോക്ഷ മറുപടികൾ പറയുന്നുമുണ്ട്. അരുണാചൽ പ്രദേശിലും സിക്കിമിലും വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് BJPയും SKMും. അരുണാചലിൽ പേമ ഖണ്ഡു തന്നെ മുഖ്യമന്ത്രിയായി തുടരും. പ്രേം സിംഗ് തമാങ് ആയിരിക്കും സിക്കിമിനെ വീണ്ടും നയിക്കുക. അരുണാചലിൽ പുതിയ സർക്കാർ ഈ മാസം 9-ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അരുണാചലിൽ 46 സീറ്റുകളിൽ വിജയം നേടിയാണ് BJP അധികാര തുടർച്ച നേടിയത്. ആകെയുള്ള 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 10ഇടത്ത് BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും ഉൾപ്പെടുന്നു. സർക്കാർ രൂപീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പാർട്ടി ആസ്ഥാനത്ത് ഇന്നും നാളെയുമായി വിജയിച്ച സ്ഥാനാർത്ഥികളുമായി BJP യോഗം ചേരും. പേമ ഖണ്ഡു മുഖ്യമന്ത്രിയായി തുടരണമെന്നാണ് ബഹുഭൂരിപക്ഷ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കടക്കാമെന്നതാണ് BJPയുടെ തീരുമാനം. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ അവർക്കൊപ്പം സത്യപ്രതിജ്ഞ നടത്താനാണ് പാർട്ടിയുടെ നിലപാട്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റുകളിലാണ് വിജയിച്ചത്. സിക്കിം ക്രാന്തികാരി മോർച്ച നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ പ്രേം സിംഗ് തമാങ് തന്നെ ആ സ്ഥാനത്ത് തുടരും. സർക്കാർ രൂപീകരണം ഉടൻ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കോഴിക്കോട് റൂറൽ മേഖലയിൽ കനത്ത സുരക്ഷ ഒരുക്കുമെന്ന് പറയുകയാണ് റൂറൽ SP അരവിന്ദ് സുകുമാർ. 1600 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. എന്താണ് നാളെ ആഹ്ലാദ പ്രകടനങ്ങൾ വൈകിട്ട് 7 മണിക്ക് അവസാനിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോഴിക്കോട് റൂറൽ പറയുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും അത്തരത്തിലുള്ള വടകര അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ചില പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നാളെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എല്ലാവർക്കും വിജയപരാജയങ്ങളെ മുഖവിലക്കെടുക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കുട്ടികൾ സ്കൂളിലാണ്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2,40,000 കുരുന്നുകളാണ് 1-ാം ക്ലാസ്സിൽ ഇക്കുറി പ്രവേശനം നേടിയത്. സ്കൂളിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? സ്കൂളിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാ ദിവസവും വരുമോ? അറിയോ? അറിയോ? എല്ലാ ദിവസം വരുമോ? പേടിയുണ്ടോ? പേരെന്താ? എവിടെന്നാ വരുന്നേ? സ്കൂളിൽ വരെ ഇഷ്ടമാണോ? ടീച്ചർ പറഞ്ഞാ പഠിക്കണം. ആണോ? നമ്പർ പഠിച്ചോ? നമ്പർ ഏതൊക്കെ നമ്പർ പഠിച്ചു? 1 2 3. എവിടെ വീട്? ആണോ? സ്കൂളിൽ വരെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? കരച്ചിലില്ല, മഴയുമില്ല. പുത്തൻ യൂണിഫോമും ബാഗുമായി വലിയ സന്തോഷത്തിലാണ് കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് എത്തിയത്. സ്വീകരിക്കാൻ അധ്യാപകരും സജ്ജമായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമെന്ന മുഖ്യമന്ത്രി. ശാസ്ത്ര പഠന മേഖലകളിൽ സംസ്ഥാനം കൂടുതൽ മികവ് പുലർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേട്ടങ്ങളുടെ അടിസ്ഥാനമായി വർദ്ധിച്ചവയിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത്. 1, 3, 5, 7, 9 ക്ലാസുകളിൽ 10 വർഷത്തിനു ശേഷമുള്ള പാഠ്യപദ്ധതി പരിഷ്കാരമാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റു ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകം 20 വർഷമായി അത് പുതിയ പാഠപുസ്തകം വന്നിട്ടില്ല.
ഈ അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകവും പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. 223 ദിവസമുള്ള അക്കാദമിക് കലണ്ടർ പി രാജീവ് പ്രകാശനം ചെയ്തു. പ്രവേശനോത്സവ ദിവസം രക്ഷകർത്താക്കൾക്കായി പ്രത്യേക ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. 24 കൊച്ചി. പത്തനംതിട്ട തിരുവല്ലയിലെ ഏകാധ്യാപക വിദ്യാലയത്തിലെ പ്രവേശനോത്സവം വൈകി. പുതിയതായി നിയമനം കിട്ടിയ അധ്യാപികയ്ക്ക് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെത്തി ചുമതലയേൽക്കണമെന്നതിനാൽ സ്കൂളിലെത്താൻ വൈകിയതാണ് കാരണം. തിരുവല്ല ഗവൺമെന്റ് മോഡൽ പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന് രക്ഷിതാക്കളുടെ കൈപിടിച്ച് കുരുന്നുകൾ 9:30 മണിയോടെ എത്തി. സമയം കഴിഞ്ഞിട്ടും അധ്യാപിക എത്തിയില്ല. അവിടെ എന്താ ഒപ്പിട് ഇട്ടിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സമയം ഇത്ര 12 മണിയാകാറായി. ഞങ്ങൾ 10 മണിയായപ്പോ വന്നാ. ഏകാധ്യാപക വിദ്യാലയമായി ഇവിടെ കഴിഞ്ഞ വർഷം വരെ താൽക്കാലിക അധ്യാപികയായിരുന്നു ഉണ്ടായിരുന്നത്. മികച്ച നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഇത്തവണ നിയമനം ലഭിച്ച പുതിയ അധ്യാപികക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ട തീയതി ഇന്നായിരുന്നു. ഉപവിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലെ എഴുത്തുകുത്തുകൾ വൈകിയതോടെ കുരുന്നുകൾ കാത്തിരിപ്പിലായി. ഇവിടെ ഒരു 19 കുട്ടികൾ പഠിച്ച് ഇറങ്ങിപ്പോയ സ്കൂളാണ്. ഇപ്പം വന്ന് 10-12 പിള്ളേരൊക്കെ. 24 വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസും വിഷയത്തിൽ ഇടപെട്ടു. വാർത്ത വന്ന 10 മിനിറ്റിനകം അധ്യാപിക തിരികെ സ്കൂളിലെത്തി. കാത്തിരിപ്പിനൊടുവിൽ അധ്യാപിക എത്തിയതോടെ പിന്നെയെല്ലാം പതിവ് രീതി. മധുരം നുണഞ്ഞ 3 മണിക്കൂറിന് ശേഷം കുരുന്നുകൾ പ്രവേശനോത്സവം ആഘോഷിച്ചു. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അടുക്കള ജോലികൾ അച്ഛനും അമ്മയും മക്കളും പങ്കിടുന്ന ചിത്രമടങ്ങിയ സ്കൂൾ പാഠഭാഗമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. വിശകലനങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സാധാരണ കുടുംബം ഈ ചിത്രത്തെ എങ്ങനെ വിലയിരുത്തും എന്ന് കാണാം. വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കളയെന്നും ചിത്രം നോക്കി എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നതെന്നും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയാൻ കുട്ടിക്ക് നിർദ്ദേശം നൽകുന്നതാണ് പാഠപുസ്തകത്തിലെ 59-ാം പേജിലെ ഉള്ളടക്കം. വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ സമൂഹത്തിന്റെ ചിന്തയിലും വളർച്ചയിലും പ്രതിഫലിക്കുന്നുണ്ടോ? അതറിയാൻ അവർക്കൊപ്പം തന്നെ ഒരു നേരം ചിലവഴിക്കണം. തിരുവനന്തപുരം ആറാലുംമൂട് സ്വദേശി അമൃത, മകൻ കാശിനാഥ്, 3ാം ക്ലാസ് വിദ്യാർത്ഥി. രാത്രി കഴിക്കാൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് കുട്ടികൾ അമ്മയുടെ പിന്നാലെ കൂടിയപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചു. പോഷകത്തിന് അമ്മയുടെ പൊടിക്കൈ. കഴിയുമ്പോഴത്തേക്ക് മാഗി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈ വെജിറ്റബിൾസ് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ അത് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ഇപ്പൊ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ മാഗിയുടെ കൂടെ അതങ്ങ് കഴിക്കും. എന്നും മാഗി കൊടുക്കാൻ പാടില്ല. എനിക്ക് മാഗി മലക്കറി ഇട്ട് വേണം കഴിക്കാൻ. ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ ഭക്ഷണമുണ്ടാക്കാനും അറിഞ്ഞിരിക്കണം. സ്കൂൾ അധ്യാപിക കൂടിയായ അമൃത മക്കളെ പരിശീലിപ്പിക്കുന്നതും അതാണ്. എൻ്റെ മോനോട് പറയാറുണ്ട്, പാത്രം കഴിക്കുന്നിടത്ത് സാധാരണ അമ്മ അല്ലെങ്കിൽ അമ്മുമ്മയല്ലേ കൊണ്ട് അടുക്കള വെക്കുന്നത്. അവനോട് ഇപ്പോഴേ ഞാൻ പറയാറുണ്ട്, പാത്രം കഴിക്കുന്ന പാത്രം നീ കൊണ്ട് അടുക്കളയിൽ വെക്കുക എന്ന്. പാഠപുസ്തകം അധ്യാപകന്റെയും കുട്ടിയുടെയും മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ കൂടിയാണ്. വിമർശനങ്ങളും കീറിമുറിച്ചുള്ള വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ചർച്ചകളും തുടരട്ടെ. പാഠപുസ്തകമൊക്കെ വന്നിട്ട് 100 വർഷത്തിലധികമായി കാണും. പക്ഷേ ഈ 2024 ആ പാഠപുസ്തകത്തിലെ ഒരു പേജിലെ അടുക്കളയിലേക്ക് അച്ഛനെ കയറ്റാനായത്. എന്തായാലും ഇത്തരം മാറ്റങ്ങളൊക്കെ, പുരോഗമനപരമായ മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. ഇതിനെക്കുറിച്ച് സമൂഹത്തിലും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ആത്യന്തികമായ ഉപഭോക്താക്കൾ കുട്ടികളാണ്. അവർ നല്ല സന്ദേശത്തോടെ നമ്മുടെ സമൂഹത്തിൽ വളർന്ന് ഉയരട്ടെ. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24. അപ്പോൾ അത് തന്നെയാണ്, നല്ല പാഠങ്ങളൊക്കെ പഠിച്ച് നാളത്തെ തലമുറയെ നയിക്കാൻ പരുവത്തിന് നല്ല പക്വതയുള്ള പാകതയുള്ള മിടുക്കരായ കുട്ടികളെ വളരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ ഒരുക്കമാണ് 24 നടത്തിയിരിക്കുന്നത്. ഒരൊറ്റ സ്ക്രീനിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24ന്റെ പട്ടാളം തയ്യാറാണ്. ആർ ശ്രീകണ്ഠൻ നായരും എസ് വിജയകുമാറും പിന്നെ ഞാനും രാവിലെ മുതൽ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. 24ലെ വിപുലമായ ഒരുക്കങ്ങളെക്കുറിച്ച് പോലീസ് ഡയറി സ്പെഷ്യലിസ്റ്റ് സുഹൈൽ മുഹമ്മദ് പറയുകയാണ്. സുഹൈൽ. അശ്മി പോലീസ് ഡയറി സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ സ്പെഷ്യലിസ്റ്റ് ആവുകയാണ് 24. നമുക്കറിയുന്നത് പോലെ 7 ഘട്ടങ്ങളിലായി 2 മാസം നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത്. അവർ എത്രത്തോളം ഒരുങ്ങിയോ അതിനപ്പുറത്തേക്ക് 24 ഒരുങ്ങി എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കാരണം 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആര് വീഴും ആര് വാഴുമെന്ന പ്രസക്തമായ ചോദ്യം നിലനിൽക്കുമ്പോൾ പ്രേക്ഷകർ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ആ ദിവസത്തിന് അതിന്റെ പരിപൂർണ ഒരുക്കം 24 ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എല്ലാത്തിനും തികവിലും മികവിലും
കിടപിടിക്കുന്ന എല്ലാ ഒരുക്കളും 24 ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനുകളായിരിക്കും. 24നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണക്കാരനും ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന സമഗ്ര ചിത്രം നൽകാൻ 24ന് സാധിക്കും. അതെപ്പോഴും 24ന്റെ പ്രത്യേകത തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയും ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്നത് നാടിന്റെ ഡെസ്കാണ്. സ്വാഭാവികമായി 24 ഡെസ്ക് നാടിന്റെ ഡെസ്ക് ആവുന്ന കാഴ്ചകൾ നമ്മൾ പലവട്ടം കണ്ടതാണ്. പൊതുവെ മറ്റു ചാനലുകളെ അപേക്ഷിച്ച് 24 ഡെസ്ക് പ്രേക്ഷകർക്കേറെ പരിചിതവുമാണ്. ഇതാ 24 ഡെസ്ക് ഇപ്പോൾ തന്നെ ഏറെക്കുറെ സജ്ജമാണ്. ആളുകൾ അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് കൃത്യമായി പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യം മാജിക്കൽ സ്ക്രീൻ എന്നാണ്. പൊതുവെ എല്ലാവരും വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന കാര്യം മാജിക്കൽ സ്ക്രീനാണ്. ഇപ്പോൾ നമ്മോടൊപ്പം എക്സിക്യൂട്ടീവ് ചേർന്നു. ഈ മാജിക്കൽ സ്ക്രീൻ നമ്മൾ എപ്പോഴും കിടപിടിച്ച് പറയുന്ന ഒരു വാക്കാണ്. എന്താണ് മാജിക്കൽ സ്ക്രീൻ എന്ന് 24 നാളെ കാണിച്ചു കൊടുക്കാൻ പോകും? സുഹേൽ, നമുക്കറിയാം, എല്ലാ പ്രേക്ഷകർക്കും അറിയാം, 24 വന്നതിന് ശേഷം ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുന്നു. 24നെ സംബന്ധിച്ച് 24ന് അനുഭവ പരിചയമുണ്ട്, അനുഭവ സമ്പത്തുള്ള ഒരുപിടി ആളുകളുടെ പിന്തുണയുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാലത്തും ഇലക്ഷൻ ടൈം ആകുമ്പോൾ അവർ 24 സ്ക്രീനിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സുഹേൽ ഇപ്പോൾ പറഞ്ഞതുപോലെ മാജിക്കൽ സ്ക്രീനാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ്, എവിടെ, എത്ര അക്കങ്ങളുടെ കാര്യത്തിലായാലും ട്രെൻഡുകളുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ വളരെ രസകരമായി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതി ആയാലും ഒക്കെ 24 അതിൻ്റെതായ ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നാളെ ഇപ്പോൾ SKNും അതുപോലെ വിജയകുമാറും ഹാഷ്മിയും ഒക്കെ അവരുടെ ഒരു സാധാരണ നമ്മൾ കാണുന്ന സാധാരണ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഒരു പതിവ് ശൈലി വിട്ടിട്ടുള്ളതാണ് നമ്മുടെ ഇലക്ഷൻ ഡേയിലെ നമ്മുടെ പ്രകടനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു തരത്തിലും ഒരു കുറവും വരാത്ത രീതിയിൽ ഇപ്പോൾ പലതരത്തിലുള്ള ആളുകൾ പരിഹസിക്കുന്നവരുണ്ട്, നമ്മളെ വിമർശിക്കുന്നവരുണ്ട്. എന്തിനാണ് ഒരു വലിയ ഗൗരവമുള്ളൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഇത്ര തമാശ കലർത്തുന്നതെന്ന് പറയുന്നത്? പക്ഷേ അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഗൗരവമായി തന്നെയാണ് 24 അവതരിപ്പിക്കാറുള്ളത്. അതേസമയം തന്നെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അത് ആളുകൾക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിൽ, അവർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിൽ ഒരു നറേഷനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ പരിഹാസങ്ങളുണ്ടെങ്കിലും ആളുകളുടെ, പ്രേക്ഷകരുടെ പിന്തുണ 24-നുണ്ട് എന്ന അക്കങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ 24-നുണ്ടാകണം. നാളെ രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുമ്പോൾ രാവിലെ 5 മണി മുതൽ ഞങ്ങളുടെ സംവിധാനങ്ങൾ, ഞങ്ങളുടെ ടീം പൂർണ്ണ സജ്ജമാണ്. SKN, ഹാഷ്മി, വിജയകുമാർ ടീം രാവിലെ 6 മണി മുതൽ തന്നെ നിങ്ങളിലേക്ക് ഈ ഫലത്തിന്റെ വിവരങ്ങളുമായിട്ട് എത്തും. 5 മണി മുതൽ തത്സമയം നമ്മൾ വിവരങ്ങളുമായി ചേരും. അപ്പോൾ ആ മാജിക്കൽ സ്ക്രീൻ നാളെ മറ്റൊരു മാജിക്കായി പ്രേക്ഷകരുടെ മുന്നിലുണ്ടാകും. അതെ, മാജിക്കൽ സ്ക്രീൻ ഒരു സർപ്രൈസ് തന്നെയാണ്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വാർത്തയിലെ ഗൗരവങ്ങൾ ചോരുന്നില്ല, പക്ഷേ അനാവശ്യം അൽപ്പിടുത്തമില്ല, ഗൗരവമായ ഗസ്റ്റേഴ്സ് ഇല്ല, തമാശകളാകും. പക്ഷെ വസ്തുതകൾ എപ്പോഴും വസ്തുതകളായി തന്നെ, ഫാക്ടുകൾ എന്നും ഫാക്ടുകളായി തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികം നമ്മൾ കണ്ടുപരിചയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആഖ്യാന രീതികളെ തിരുത്തിക്കുറിച്ച് അത് ജനമനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറക്കിയ ഒരു പാരമ്പര്യമുള്ള ചാനൽ കൂടിയാണ് 24. ആ മികവും തികവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഒട്ടും തനിമ ചോരാതെ 24 പുറത്തു കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരുവിധ സംശയത്തിനും ഇടയില്ല. സ്വാഭാവികം നമ്മൾ പറയുന്നത് പോലെ തന്നെ മാജിക്കൽ സ്ക്രീൻ ഉണ്ട്, കൃത്യമായ ആഖ്യാന രീതികളുണ്ട്, അല്പം കഥാപ്രസംഗമുണ്ട്, തമാശകളുണ്ട്, നർമ്മങ്ങളുണ്ട്. പക്ഷേ വസ്തുതകളായി തന്നെ നിൽക്കും. നമ്മളിനി പോകുന്നത് നമ്മുടെ PCR-ലേക്കാണ്. സ്വാഭാവികമായും ഇൻപുട്ട്, അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി എത്തിയാലും അത് കൃത്യമായി സംപ്രേഷണ തലത്തിലേക്ക് എത്തിക്കേണ്ടത് PCR ആണ്. PCR ടീം സുസജ്ജം എന്ന് സംശയമില്ല നമുക്ക് പറയേണ്ടി വരുന്നു. ഇപ്പോൾ നമ്മുടെ സനുപട്ടും ചെയ്യുന്ന നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യുന്ന കാര്യങ്ങൾ, വസ്തുതകൾ കൃത്യമായി തരിക എന്നുള്ളത്, അത് അവരുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ അതിന്റെ മാജിക് അവതരിപ്പിക്കേണ്ടത് നിങ്ങളാണ്. എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നു? പൂർണ്ണമായും സജ്ജമാണ്. മാജിക് സ്ക്രീനിന്റെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ പറയുന്നത് ഈ സ്ക്രീൻ, നമ്മുടെ 24 സ്ക്രീൻ, നമ്മൾ പൊതുവെ നമുക്ക് പറയുന്ന പോലെ ഇലക്ഷൻ സമയത്ത് ചിലപ്പോൾ ചിലർ ജോലി തിരക്കിലായിരിക്കും. ജോലി തിരക്കിലുള്ളവർക്ക് പോലും ഇടവേളകൾ വന്ന് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാൽ ആ ഒരു പൊതുചിത്രം കംപ്ലീറ്റ് ആയി കിട്ടുന്ന രീതിയിൽ നമ്മൾ പൂർണ്ണമായി കിട്ടും. പൊതുചിത്രം മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ലോക്സഭാ മണ്ഡലത്തിന്റെയും പൊതുചിത്രം ഒരു സ്ക്രീൻ നമുക്ക് ഒരേ സമയം തന്നെ കൊടുക്കാവുന്നതാണ്. എക്സാക്ട് മാജിക് സ്ക്രീൻ എന്താണെന്ന് പറഞ്ഞാൽ അത് 24 നാളെ കാണിക്കാൻ പോകുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്, ഒപ്പം കേരളം എന്ന നമ്മുടെ സംസ്ഥാനം കൂടി ചേരുമ്പോൾ കൃത്യമായി വീട്ടുജോലിയിൽ തിരക്കുള്ളവരുണ്ടാവും, ജോലി സ്ഥലത്ത് തിരക്കുള്ളവരുണ്ടാവും. അവർക്ക് ആഖ്യാന ശൈലികളും ആ നർമ്മങ്ങളും ചേർന്നതോടൊപ്പം ഒരൊറ്റ നോട്ടത്തിൽ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ കഴിയുന്ന എക്സാക്ട് സ്ക്രീൻ ഒരുക്കാൻ 24 സുസജ്ജമായി കഴിഞ്ഞു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ തെരഞ്ഞെടുപ്പ്, അതായത് മാർച്ചിൽ നമ്മുടെ വിജ്ഞാപനം വരുന്നു, പിന്നീട് ഏപ്രിൽ 19 ആദ്യഘട്ടം വരുന്നു, ജൂൺ 1 അവസാന ഘട്ടം വരുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ സുസജ്ജമായി പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഗ്രാഫിക്സ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ, ബലദിനത്തിൽ നിങ്ങൾക്ക് എന്ത് തരണമെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത് അത് വളരെ പക്വതയോടെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ടീമാണ്. എന്താണ് ഗ്രാഫിക്സ് നാളെ ഒരുക്കി? ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് 24
AR VR വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഏക ചാനൽ, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ചാനലായിരുന്നു ഈ 24 ന്യൂസ്. അതേ ഒരു വിസ്മയത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനും ഞങ്ങൾ സജ്ജീകരിക്കുന്നത്. മാത്രമല്ല ഒറ്റ ഗ്ലാൻസിൽ തന്നെ ഏറ്റവും അപ്ഡേറ്റ് ആയ റിസൾട്ട് എങ്ങനെയാണോ ഒരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡിസൈൻ ആയിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. 28 സംസ്ഥാനങ്ങൾ, കേരളത്തിലെ മണ്ഡലങ്ങൾ, സ്വാഭാവികം കേരളത്തിലെ മണ്ഡലങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതാവും. അപ്പോൾ 20 മണ്ഡലങ്ങളും അറ്റ് എ ടൈം നമ്മുടെ സ്ക്രീനിലുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കേരളം മാത്രമല്ല ദേശീയ മറ്റുള്ള കാൻഡിഡേറ്റ്സുകളും കൂടെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ, ഒപ്പം 543 ആകെ മണ്ഡലങ്ങൾ, അവരുടെ VIP കോൺടെസ്റ്റ് മത്സരങ്ങൾ, ഏറെ കൗതുകമുണ്ടാകുന്ന മത്സരങ്ങൾ, ഇവയെല്ലാം കൃത്യമായി തന്നെ ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ സ്പെഷ്യലായിട്ട്, അതായത് നമ്മൾ ഈ 24 ഒരു ട്രഡീഷൻ ഉണ്ട്, നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നാളത്തെ വിസ്മയം എന്താ? നമ്മൾ എല്ലാ കാലവും ഒരു മാജിക്കൽ സ്ക്രീനാണ് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ഈ പ്രാവശ്യവും അതിലും മികച്ചൊരു സ്ക്രീനായിരിക്കും എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതെ, ഞങ്ങൾ പൂർണ്ണ കോൺഫിഡന്റ് ആണ്. നിങ്ങൾക്കൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. നാളെ കൃത്യമായ രാവിലെ 24നോടൊപ്പം ചേരുക. അണുമണി വ്യത്യാസമില്ലാതെ യഥാർത്ഥ വസ്തുതകളോടുകൂടി എന്താണ് റിസൾട്ട് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞെന്ന പ്രതീക്ഷയോടുകൂടി ടീം 24 നാളത്തേക്ക് സജ്ജം. ഇന്ന് പണി തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, സുഹേൽ മുഹമ്മദാണ് അവിടെ നിന്ന് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് കയറി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ മസിലൊക്കെ പിടിച്ച് നമ്മൾ വലിയ മാധ്യമ സിംഹങ്ങളാണ് എന്ന് പറഞ്ഞ് മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ജാടയിലൊക്കെ സംസാരിക്കാം. എന്തിനാന്നേ? ആ ജാടയുടെ കാര്യമൊന്നുമില്ല. നമ്മളൊരു മസിലെടുത്തുമില്ല. സാധാരണ ജനങ്ങൾ പറയുന്ന പോലെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളിലേക്ക് എന്താണോ സാധാരണ ജനങ്ങൾ ഉള്ളിലുണ്ടാകുന്ന ആവേശം, ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി തമാശ പറയണമെങ്കിൽ തമാശ പറഞ്ഞ് സാധാരണ ജനങ്ങൾ ഗൗരവമാണെടുത്ത് ഗൗരവപ്പെട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ ജനങ്ങളുടെ ഭാഷയിൽ ജനങ്ങൾക്കൊപ്പമാണ് നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരും സാധാരണക്കാരും ജനങ്ങളാണ്. അവരോടൊപ്പം നമ്മളുണ്ട്. അനീതിക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി അത് ആർക്കെങ്കിലും അനീതിക്കെതിരെ സംസാരിക്കുന്നത് കഥാപ്രസംഗമാണ് എന്നൊക്കെ പരിഹസിക്കാൻ തോന്നിയാലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നമുക്ക് അത് ആരെങ്കിലും അലോസരപ്പെടുത്തുന്ന പ്രശ്നമില്ല. നമ്മൾ കട്ടയ്ക്ക് തന്നെ മുന്നോട്ടാണ് പ്രേക്ഷക പിന്തുണയിൽ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ വരുന്നൊരു വാർത്ത, അച്ഛൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരിച്ചു എന്നുള്ളൊരു സങ്കടവാർത്ത ഇപ്പോൾ വരുന്നു. പൊള്ളലേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് അമൽരാജിനെയും അമ്മ ബിന്ദുവിനെയും അച്ഛൻ തിന്നർ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത്. അപ്പോൾ എന്തൊക്കെ സങ്കടവാർത്തകൾ, എന്തൊക്കെ അങ്ങേയറ്റത്തെ അക്രമ വാർത്തകളൊക്കെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് അല്ലേ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യുവാക്കളുടെ സാഹസിക യാത്രയിൽ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. വാഹനം ഓടിച്ച ബൈസൺവാലി സ്വദേശി അപ്പുവിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകി. ബൈസൺവാലി സ്വദേശിയായ സ്ത്രീയുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും കണ്ടെത്തി. ബൈസൺവാലി സ്വദേശിനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള KL 02 57 53 എന്ന മാരുതി സെൻകാറിലാണ് യുവാക്കളുടെ സാഹസിക യാത്ര. ഈ മാസം 1-ാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പെൺകുട്ടി ഉൾപ്പെടെ കാറിന്റെ ഡോറിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തി. റോഡ് നിയമങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയായിരുന്നു സാഹസിക യാത്ര. മറ്റു വാഹനങ്ങൾ അപകടത്തിൽ നിന്നൊഴിവായത് തലനാരിഴയ്ക്കാണ്. വാഹനമോടിച്ച ബൈസൺവാലി സ്വദേശിയായ അപ്പുവിനോട് ഹാജരാകാൻ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടു. ഇടുക്കി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് കൈമാറും. തുടർന്ന് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. കാറിൽ സാഹസിക പ്രകടനം കാണിച്ചവർക്കെതിരെയും നടപടി ഉണ്ടാകും. 24 ഇടുക്കി. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധം ശക്തം. സമരമുഖത്തേക്ക് ഇറങ്ങുന്നു അമ്മ രജനി മണിലാൽ. CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അതിരപ്പള്ളി സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങാനുള്ള നീക്കത്തിലാണ് അമ്മ. സേനയ്ക്ക് തന്നെ അപമാനകരമായ നടപടിയാണ് റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി അടിവസ്ത്രത്തിൽ മർദ്ദിച്ചതിലൂടെ ഉണ്ടായതെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സംരക്ഷിക്കുന്നതിനെതിരെയായിരുന്നു സമരം. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുന്നണി പോരാളിയായി അമ്മ രജനി മണിലാലും എത്തി. മാർച്ച് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. സമരം ഉദ്ഘാടനം ചെയ്ത രജനി മണിലാൽ CI ആൻഡ്രിക് ഗ്രോമിക്കിനെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അർദ്ധരാത്രി എന്നെ മോനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി എന്നെ ആകെ ഭീഷണിയിലാക്കിയ പോലീസുകാർക്കും ഫോറസ്റ്റുകാർക്കും നേരെ സമരം തുടരും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് റൂബിൻ ലാലിന്റെ അമ്മ.
പ്രദേശവാസികൾക്ക് പുറമെ പരിസ്ഥിതി പ്രവർത്തകരും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരും സമരത്തിൽ പങ്കാളികളായി. 24 തൃശൂർ. കുവൈറ്റ് KMCC തെരഞ്ഞെടുപ്പിനിടെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിനെ കയ്യേറ്റം ചെയ്തതിൽ പാർട്ടിയിൽ നടപടി. 10 പേരെ പാർട്ടിയിൽ നിന്നും പോഷക സംഘടനകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അച്ചടക്ക ലംഘനം നടത്തിയതിനാണ് കുവൈറ്റ് KMCC അംഗങ്ങൾക്കെതിരെ നടപടി. വെള്ളിയാഴ്ച ചേർന്ന കുവൈറ്റ് KMCC കമ്മിറ്റിയിലാണ് പ്രസിഡന്റ് സെക്രട്ടറി വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത കയ്യാങ്കളിയിൽ കലാശിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം, സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, കുവൈറ്റിന്റെ സംഘടനാ ചുമതലയുള്ള അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നിവർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു കയ്യാങ്കളി. നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് PM A സലാം യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ച് നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് നടപടി. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനാൽ കുവൈറ്റ് KMCC അംഗങ്ങളായ ഷറഫുദ്ദീൻ കണ്ണോത്ത്, മുഹമ്മദ് അസ്ലം കുറ്റിക്കാട്ടൂർ, ഷാഫി കൊല്ലം, നിഷാൻ അബ്ദുള്ള കല്യാശ്ശേരി, ഫുവാദ് സുലൈമാൻ കൂത്തുപറമ്പ്, റസാഖ് മണ്ണൻ കല്യാശ്ശേരി, ഫൈസൽ കടമേരി, ഷുഹൈബ് ചെമ്പിലോട്, അയ്യൂബ് പുതുപ്പറമ്പ് എന്നിവരെ പാർട്ടിയിലെയും KMCC അടക്കമുള്ള പോഷക സംഘടനകളിലെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. 24 കോഴിക്കോട്. പെരിയാർ മത്സ്യക്കുരുതിയിൽ ഉണ്ടായത് 13.55 കോടിയുടെ നഷ്ടമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട്. 7 കോടി രൂപയുടെ മത്സ്യം നശിച്ചുപോയി. നഷ്ടമുണ്ടായ കർഷകർക്ക് 3 മാസത്തേക്ക് പ്രതിദിനം 350 രൂപ വീതം നൽകണം. ദുരന്തത്തിനിടയാക്കിയ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയിൽ നടപടികൾ വൈകുന്നതിനിടെയാണ് മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പെരിയാറിന്റെ നിരീക്ഷണത്തിനായി പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പെരിയാറിൽ മാലിന്യം എത്തിച്ച കമ്പനിയിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണം. മത്സ്യങ്ങൾ ചത്തതിലൂടെ മാത്രം 7 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. കൂട് കൃഷി ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് 6.52 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇവർക്ക് അടുത്ത 3 മാസത്തേക്ക് പ്രതിദിനം 350 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഇതിനു പുറമെ 3 മാസത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും അനുവദിക്കണം. പെരിയാറിന്റെ നിയന്ത്രണത്തിനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പെരിയാറിൽ മാലിന്യം എത്തിച്ച കമ്പനിയിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. 20ാമത് P. കേശവദേവ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാഹിത്യ സിനിമാ മേഖലകളിലെ സംഭാവനയ്ക്ക് സംവിധായകനും തിരക്കഥാകൃത്തുമായ അടൂർ ഗോപാലകൃഷ്ണൻ ഇക്കൊല്ലത്തെ പുരസ്കാരം. 50,000 രൂപയും ആർട്ടിസ്റ്റ് BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മികച്ച ആരോഗ്യ വിദ്യാഭ്യാസത്തിനുള്ള P. കേശവദേവ് ഡയാബ്സ്ക്രീൻ കേരള പുരസ്കാരം പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ CJ ജോണിന് നൽകും. ക്ലിനിക്കൽ സൈക്യാട്രിയിൽ 40 വർഷത്തെ അനുഭവപാഠമുള്ള ഡോക്ടർ CJ ജോൺ നിലവിൽ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ സൈക്യാട്രിസ്റ്റാണ്. ഈ മാസം 12-ന് തിരുവനന്തപുരം മുടവൻമുകളിലുള്ള P. കേശവദേവ് ഹാളിൽ നടക്കുന്ന P. കേശവദേവ് അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള തീരത്ത് തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്ന് പറയുന്നത് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരന്മാർ ജാഗ്രത പാലിക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാളെയാണ് രാവിലെ 5 മണി മുതൽ രാജ്യം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആദ്യ സൂചനകൾ. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുന്നു. 8:10 ആകുമ്പോഴേക്കും ആദ്യ സൂചനകൾ വരും. അപ്പോൾ രാവിലെ 5 മണി മുതൽ നമ്മൾ സജ്ജമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി കൂടെ ഉണ്ടാകണം, കട്ടയ്ക്ക് ചങ്കോട് ചങ്ക് ചേർന്ന് കൂടെ ഉണ്ടാകണം, ഒരിക്കൽ കൂടി അങ്ങ് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.